എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ രണ്ട് കൊടിയ സാമൂഹിക വിപത്തുകളാണ് മദ്യവും ലോട്ടറിയും. കാരണം 1000 രൂപ കൂലി കിട്ടുന്ന ഒരാൾ ഒരു പൈൻറ്റ് ബ്രാൻഡിയോ റമോ എന്നതേലും മേടിച്ച് 4 ലോട്ടറിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ 5 പൈസ ബാലൻസ് കാണുകയില്ല. 251% നികുതിയാണ് മദ്യത്തിന് ഈടാക്കുന്നത്. അതായത് 100 രൂപ വിലയുള്ള മദ്യം വിൽക്കുന്നത് 351 രൂപയ്ക്കാണ്. അതിനകത്ത് 251 രൂപയും അതിൻ്റെ നികുതിയാണ്. ഇനി 200 രൂപ വിലയുള്ള മദ്യമാണെങ്കിൽ 702 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതിൽ 502 രൂപ അതിൻ്റെ നികുതിയാണ്. ഒരു പൈൻറ്റും 4 ലോട്ടറിയും കൂടെ എടുത്താൽ 1000 രൂപ സ്വാഹ. ഇത് മനസ്സിലാക്കിയിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചത്. തമിഴ്നാട് ഗവൺമെൻറ് തീരുമാനിച്ചു, ജനങ്ങളുടെ കണ്ണുനീരിൻ്റെ വില സർക്കാരിന് വേണ്ട, ആ ശാപവും സർക്കാരിന് വേണ്ട എന്നവരങ്ങ് തീരുമാനിച്ചു. ഇനി നമ്മൾ കേരളത്തിൻ്റെ അതിർത്തികളിൽ ഏറ്റവും വലിയ ബിസിനസ് എന്താണ് എന്ന് സംശയമുണ്ടെങ്കിൽ കേരള തമിഴ്നാട് അതിർത്തികളിലെ ഗ്രാമങ്ങളിലേക്ക് നമ്മളൊന്ന് ചെന്നാൽ മതി. അതിപ്പോൾ കുമളിയിലാണേലും മാർത്താണ്ഡത്താണേലും അല്ലെ കളിക്കാവലയിലാണേലും പുനലൂരാണെങ്കിലും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണെങ്കിലും എവിടെ പൊള്ളാച്ചി ഭാഗത്തോട്ടോ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ഈ പാലക്കാടിനപ്പുറത്തോട്ടൊക്കെ ചെന്നാലും അവിടെ എല്ലാം ചെന്ന് കഴിയുമ്പോൾ 100 കണക്കിന് ലോട്ടറി കടകളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഏറ്റവും വലിയൊരു ബിസിനസ് എന്ന് പറഞ്ഞതാണ്. ലക്ഷ്യം എന്താ? തമിഴനെ കൊള്ളയടിക്കുക എന്ന് മാത്രമേ അതിന് ലക്ഷ്യമുള്ളൂ. കേരളത്തിലേക്ക് ലോട്ടറി എടുക്കാൻ ധാരാളം തമിഴന്മാർ വരുന്നുണ്ട്. അവർക്ക് ഈ ചെറിയ സമ്മാനങ്ങളിലൊന്നും വലിയ താല്പര്യവുമില്ല. മറിച്ച് ബമ്പർ സമ്മാനങ്ങൾ അടിക്കുന്നതാണ് അവർക്കിഷ്ടം. കേരളത്തിലെ ലോട്ടറി വകുപ്പ് ഇത് മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിലെ ലോട്ടറിയുടെ സമ്മാനങ്ങൾ ഇപ്പോൾ വൻ തുകയാക്കി. ഇപ്പോൾ 25-30 കോടിയൊക്കെ അല്ലേ പ്രൈസ്. എന്നാൽ മലയാളി വിചാരിക്കുന്നത് 50 രൂപ മുടക്കി എടുക്കുന്ന ടിക്കറ്റിന് മിനിമം 50 രൂപയെങ്കിലും പ്രൈസ് ലഭിക്കണം. ലോട്ടറി എടുക്കുന്ന ആവറേജ് മലയാളിയുടെ ഒരു മനോഭാവം ഇതാണ്. ധാരാളം ലോട്ടറി ടിക്കറ്റുകൾ അന്യ സംസ്ഥാനക്കാർ എടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ 50 ലക്ഷം അടിച്ചുകൊണ്ടിരുന്ന ടിക്കറ്റ് ക്രമാതീതമായിട്ട് അതിൻ്റെ എണ്ണം അങ്ങ് വർദ്ധിപ്പിച്ചു കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ലോട്ടറി വകുപ്പ്. അങ്ങനെ ടിക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ സമ്മാനങ്ങൾ അങ്ങ് വർദ്ധിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ അനേകർക്ക് ഇപ്പോൾ സമ്മാനങ്ങളും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇപ്പം ഈ ലോട്ടറിയോടുള്ള താല്പര്യവും കുറഞ്ഞു. സമ്മാനമില്ല, പിന്നെ എന്തിനാ ലോട്ടറി? ഇപ്പോൾ ലോട്ടറി അടിക്കുന്നത് കുറവാണെന്ന് മലയാളികൾ പറയുന്നത് പൂർണ്ണമായിട്ടും ആ പറച്ചിൽ തെറ്റൊന്നുമല്ല. ഒന്നാമത് 50 രൂപ സമ്മാനം അങ്ങ് ഒഴിവാക്കി. വിപണിയിൽ വിൽക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ചതുമാണ് ആളുകൾക്ക് ലോട്ടറി അടിക്കുന്നില്ല എന്ന തോന്നലുണ്ടാക്കുന്നത്. എന്നാൽ നിയമപരമായി സമ്മാനങ്ങളുടെ ആകത്തുകയിലോ സുതാര്യതയിലോ ഒന്നും ലോട്ടറി വകുപ്പ് ഒരു കുറവും വരുത്തിയിട്ടില്ല. സമ്മാനങ്ങൾ നൽകുന്ന രീതിയിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നതാണ് ശരിക്കും ശരി. എന്ന് പറഞ്ഞാൽ സർക്കാരിനും ലോട്ടറി വകുപ്പിനും പറഞ്ഞു നിൽക്കാൻ വകുപ്പിട്ടിട്ടുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ നിയമപരമായ തട്ടിപ്പ്. രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ പ്രശ്നം രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് അവർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാ കാര്യം? ഒരു പ്രശ്നം കോടതി ചെന്നാൽ അതവിടെ വിജയിക്കുകയല്ലെന്ന് ഉറപ്പുള്ള കേസുകൾക്കാണ് അവർ രാഷ്ട്രീയപരമായി നേരിടുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസത്തിലൂടെ നേരിടും, അത്ര തന്നെ. ഈ കേസ് മര്യാദയ്ക്ക് ജയിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഗുണ്ടായുസത്തിലൂടെ നേരിടും, അത്ര തന്നെ. ഇനി രീതി മാറിയത് കൊണ്ടും ടിക്കറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചത് കൊണ്ടും പഴയ പോലെ ആളുകൾക്ക് സമ്മാനം കിട്ടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സത്യം പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യൻ്റെ പോക്കറ്റിൽ കൈയിട്ട് വാരി പിടിച്ചു പറിക്കുന്നതിന് തുല്യമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ലോട്ടറിയുടെയും മദ്യത്തിൻ്റെയും വിൽപ്പന. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന പോക്കറ്റടി. എത്രയൊക്കെ ആണെങ്കിലും എന്നതൊക്കെ ആണെങ്കിലും മദ്യത്തിൻ്റെ കാശും ലോട്ടറിയുടെ കാശും ശരിക്കും ശാപമുള്ള കാശാണ്. കാരണം എന്താ? അനേക കുടുംബങ്ങളിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീര് ഇതിനകത്തുണ്ട്. ഈ കേരളം നശിച്ചു പോകുന്നതിൻ്റെ അല്ലെങ്കിൽ നശിച്ച് കിടക്കുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വീടുകളിലേക്ക് ഭക്ഷണമായും മറ്റു കാര്യങ്ങളായിട്ടും ചെല്ലേണ്ട പണമാണ് സർക്കാർ ഈ 2 കാര്യം വെച്ച് പിടിച്ച് പറിച്ചുകൊണ്ട് പോകുന്നത്.
കഴിഞ്ഞ ദിവസം ഒരു ലോട്ടറി ഡീലർ എന്നെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞ് സംസാരിച്ചപ്പോൾ, ചേട്ടാ ഈ ലോട്ടറി എല്ലാം വലിയ തട്ടിപ്പാണ്, ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നതൊക്കെ ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പോലെയാണ് സമ്മാനങ്ങൾ പോകുന്നതെന്നൊക്കെ അന്നേരം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിനെന്തെങ്കിലും രേഖ തരാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, രേഖയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് വിവരമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, വിവരങ്ങൾ പറയാൻ ആധികാരികമായ രേഖകൾ തരാനൊന്നും പറ്റുന്നില്ലെങ്കിലും ഇങ്ങനെ സമ്മാനമില്ലെന്നായാൽ ലോട്ടറി എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറയും. ഇപ്പോൾ തന്നെ ധാരാളം കുറഞ്ഞിട്ടുണ്ട്. കച്ചവടക്കാർക്ക് ലോട്ടറി എടുത്തു വയ്ക്കാൻ മടിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്നാ, ടിക്കറ്റ് കയ്യിലിരുന്നാലും അതിന് സമ്മാനമില്ലാത്തത് കൊണ്ട് കയ്യിൽ നിന്ന് കാശ് പോകും എന്നതാണ് സാഹചര്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ നില തുടർന്നാൽ ലോട്ടറി എന്ന കൊള്ള കേരളത്തിൽ നിന്നു പോകുമെന്ന്. ഞാൻ അങ്ങനെ ഓർത്തു, എന്നാൽ ഈ നില അങ്ങ് തുടർന്നോട്ടെ, ഈ പണ്ടാരം അങ്ങ് നിന്നു പോയാൽ നാടെങ്കിലും നന്നാകുമല്ലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുകയും ചെയ്തു. ഈ അച്ചടിക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ബമ്പർ പ്രൈസുകളുടെ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നത്തിനാ? ഈ വലിയ തുക കൊടുത്താൽ ആ തുക പിന്നീട് നികുതിയായിട്ട് സർക്കാരിലോട്ട് തന്നെ വരും. അവൻ എന്തെങ്കിലുമൊക്കെ അറിയാതെയൊക്കെ കിടക്കുവാണെങ്കിൽ അത് മൊത്തം തിരിച്ചു പിടിക്കാം. എന്നാൽ ചെറിയ തുകകളുടെ സമ്മാനങ്ങൾക്ക് ഇങ്ങനെ നികുതി പിടിക്കാനും പറ്റിയല്ല. അതായത് സാധാരണക്കാർ ചെറിയ ലാഭം കണക്ക് കൂട്ടി ഇനി മുതൽ ലോട്ടറി എടുക്കണ്ട എന്നാണ് ഇതിൻ്റെ അർത്ഥം. കേരളത്തിലെ ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും ഒക്കെ കുടുംബത്തിൽ ഗതി ഉണ്ടാകണമെങ്കിൽ ലോട്ടറിയും മദ്യവും വാങ്ങില്ല എന്നൊരു ഉറച്ച തീരുമാനമെടുത്ത് അത് നടപ്പാക്കണം. അല്ലെങ്കിൽ നിരാശയും രോഗവും സാമ്പത്തിക തകർച്ചയും കുടുംബകലഹവും ശാപവും കണ്ണുനീരും മാത്രമായിരിക്കും മിച്ചമെന്ന് കേരളത്തിലെ ലോട്ടറി എടുക്കുന്ന ഓരോ കുടുംബങ്ങളോടും പറയട്ടെ. ചിലയിടത്തൊക്കെ, ചില കുടുംബങ്ങളിലൊക്കെ, ചില വ്യക്തികൾക്കൊക്കെ ഈ ലോട്ടറി എടുപ്പ് ഒരു മാനസിക രോഗം പോലെ അവരിതിന് അടിമയായി. ഓരോ ആഴ്ചയിലും 5000, 10000, 15000 രൂപയുടെയൊക്കെ ലോട്ടറി എടുക്കുന്നത്. പണിയെടുത്ത പൈസ തികയാതെ വരുമ്പോൾ കടവും കൂടെ മേടിക്കും. അത് പറ്റാതെ വരുമ്പോൾ അവർ പലിശക്കൂടെ മേടിക്കും. അങ്ങനെ എല്ലാം കൂടെ മേടിച്ച് അവസാനം തകർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഈ രണ്ട് സാമൂഹിക വിപത്തുകളായ മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മലയാളി കൃത്യമായും വിട്ടുനിൽക്കണം. അത് പൂർണ്ണമായി ജീവിതത്തിൽ ഒഴിവാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.